മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നിങ്ങൾക്കറിയാവുന്നല്ലേ വിനായക ചവിതിയെ കുറിച്ച്. വിനായക ചവിതി എസ്പെഷ്യലി നോർത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടൊക്കെ പിന്നെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിലും ഇത് റീസെന്റ് കുറച്ച് പ്ലേസസിലൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വെരി സൂൺ തന്നെ എല്ലായിടത്തും ഓൾമോസ്റ്റ് നമ്മൾ നോർത്ത് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ. കാരണം ഇപ്പൊ ഹൽദി എന്ന് പറയുന്ന ഇത് സംഗീത് അതൊക്കെ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇവിടെ ഹൈദരാബാദിലൊക്കെ അതൊരു കോമൺ പ്രോഗ്രാം ആയിരുന്നു കല്യാണത്തിനൊക്കെ. ഇപ്പൊ എന്തോ പറഞ്ഞ പോലെ നാട്ടിലും ആൾക്കാർക്ക് പൈസ കൂടിപ്പോയി സെലിബ്രേറ്റ് ചെയ്യണം, ചെലവാക്കണം, എന്ത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ വിനായക ചവിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലിബ്രേഷൻ ആണ് കേട്ടോ. നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തു, പിന്നെ ശരി പോസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഇവിടെ ഡെയിലി 11 days ഫുള്ള് പൂജയും ഫുള്ള് ദിവസവും നമുക്ക് ഡിന്നർ അവിടെ തന്നെ ഉണ്ടാവും. കാരണം ഓരോ ആൾക്കാരും പ്രസാദം ഡെയിലി ഒരു 10 types ഓഫ് പ്രസാദം ഉണ്ടാവും. അപ്പൊ അത് കഴിക്കുമ്പോഴേക്ക് പ്രസാദം പറഞ്ഞാൽ നമ്മുടെ പുളിഹാര, ലെമൺ റൈസ്, ലഡു, അങ്ങനെ ഡിഫറെന്റ് കേർഡ് റൈസ്, വെജ് ബിരിയാണി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹൈദരാബാദില് ഖൈരതാബാദ് വിനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിനായകനെ അവിടെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ഒരു 2 months അവിടെ അടുത്ത നെക്സ്റ്റ് ഇയറിലേക്കുള്ള കൺസ്ട്രക്ഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആവും. അവിടെ തന്നെ വെച്ചാണ് ആ വിനായകനെ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനായകനാണ് കേട്ടോ അത്. 70 to 72 feet വരെയൊക്കെ ഉണ്ടാവും അതിന്റെ ഹൈറ്റ്. ഭയങ്കര വലുതാ. അതിനെ മാത്രം തന്നെ നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തലേദിവസം രാത്രി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. മെല്ലെ മെല്ലെ അവിടെ തന്നെ വെച്ചുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. പൂജ കഴിഞ്ഞ് 11 days കഴിയുമ്പോഴേക്ക് മെല്ലെ 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 അവിടെ നിന്ന് അതിനെ നീക്കിക്കൊണ്ട് പോയിട്ട് ഒരു അറൗണ്ട് 15 to 20 hours എടുക്കും അതിനെ നിമജ്ജനം ചെയ്യേണ്ട പ്ലേസിൽ എത്തിക്കാൻ. നോർമലിയാണ് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ നോർമൽ പോകാൻ. അത് അവിടെ നിന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് അത്ര ടൈം എടുക്കും. അപ്പോ അതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ലഡുവിനെ കുറിച്ചല്ലേ. അപ്പൊ ആ ലഡു എന്ന് പറയുന്നത് വിനായകന്റെ കയ്യിൽ ഫസ്റ്റ് ഡേ തന്നെ വെക്കുണ്ടാവും. അത് ആ ലാസ്റ്റ് ഡേ നിമജ്ജനത്തിന് തൊട്ട് മുമ്പിലാണ് അത് അവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളുടെ അപ്പാർട്ട്മെന്റ് ഒരു വിനായകനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടേത് വന്നിട്ട് 37,000 മറ്റോ ആണ് പോയത്, നമ്മളുടെ നോർമൽ അപ്പാർട്ട്മെന്റിലല്ലേ. അപ്പോൾ എന്താ പറയണ്ടേ, എനിക്കറിഞ്ഞിട്ട് വേൾഡിലെ തന്നെ ഒരു വലിയ ലഡു ഓപ്ഷൻ നടന്നിട്ടുണ്ട് ഈ ഇയർ ഹൈദരാബാദില്. അത് 1 crore 87 lakhs, അതായത് നിയർലി 2 crores ഒരു ലഡു ഓപ്ഷനിൽ പോയത്. ഒരാള് ലേലത്തിൽ പിടിച്ചത് 2 crores, നിയർലി 2 crores പിടിച്ചത് കേട്ടോ. അത്ര വലിയ സൈസ് ഒന്നും അല്ല 2 crores എന്ന് പറഞ്ഞാലും, ഇത്ര സൈസ് തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ ബാലാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിനായകനെ വെക്കും കേട്ടോ. നോർമൽ സൈസിലുള്ള വിനായകൻ തന്നെയാണ്. സൈസിന്റെ കാര്യത്തിൽ വേൾഡിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഖൈരതാബാദ് വിനായകന്. പക്ഷെ ബാലാപൂർ വിനായകൻ എന്ന് പറഞ്ഞാൽ നോർമൽ സൈസ് തന്നെ ഉണ്ടാവുള്ളൂ. കയ്യിൽ ഒരു ലഡു, ഒരു നോർമൽ ഇത്ര തന്നെയുള്ള ഒരു ലഡു ഉണ്ടാവും. ആ ലഡു എന്ന് പറയുന്നത് ഞാൻ മുമ്പിൽ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് എനിക്കറിഞ്ഞിട്ട് ഇത് ഇയേഴ്സ് മുമ്പിൽ ഇത് വെക്കുന്ന ടൈമില് എപ്പോഴോ ഫസ്റ്റ് ടൈമോ എപ്പോഴോ വാങ്ങിയ ഒരു ലഡു ആ വാങ്ങിയ ആൾക്ക് ഭയങ്കരമായിട്ട് ഐശ്വര്യം കൊടുത്തു അത്രേ. ബിസിനസ് ഒക്കെ വലുതായി, അയാള് ഭയങ്കര കാശുകാരനാവും, അങ്ങനെ സംതിങ് എന്തോ സംഭവിച്ചു. അപ്പൊ തൊട്ട് ആൾക്കാർക്കൊന്നും ഉണ്ടാവുമല്ലോ, ഈ വിനായകന്റെ ഈ ലഡുവിന് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിപ്പോയി. ബാലാപൂർ വിനായകൻ ഭയങ്കര ഫേമസ് ആയിപ്പോയി, അവിടുത്തെ ബാലാപൂർ ലഡു. അപ്പൊ ആ ലഡു വന്നിട്ട് നോർമലി അതാണ് ഏറ്റവും കൂടിയ റേറ്റിൽ ഇവിടെ ഓപ്ഷൻ നടക്കാറുള്ളത് നമ്മളുടെ ഇന്ത്യയിലെ. ഏറ്റവും ലൈക്ക് 15 lakhs 20 lakhs അങ്ങനെയാണ്. ഇപ്രാവശ്യം അത് 31 lakhs പോയത്. അപ്പൊ ഞാൻ വിചാരിച്ച അതായിരിക്കും ഇപ്രാവശ്യത്തെ ഹയസ്റ്റ് എന്ന്. അപ്പോഴാണ് ഈ കീർത്തി റിച്ച്മണ്ട് വില്ലാസിലുള്ള ഈ വിനായകന്റെ കയ്യിലുള്ള ലഡുവിനെ 2 കോടി 1.87 crores മേടിച്ചിട്ട് പോയി എന്ന് കേട്ടപ്പോഴേക്കും ഞാൻ ഷോക്കായി പോയി. ഒരു ലഡുവിന് ഈ റേറ്റിലൊക്കെ മേടിച്ചിട്ട് പോയി. കുറെ ആൾക്കാരൊക്കെ എന്താ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത്, അവർക്ക് ലാൻഡ് ഉണ്ടാവുമല്ലോ, മേ ബി കൃഷിയാണോ എന്താ അറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ? അത് ഫസ്റ്റ് ടൈമാണ് അതൊക്കെ കേൾക്കുന്നത്. ഏതായാലും ഇപ്പം എനിക്ക് ഇവിടെ വന്ന ശേഷം നാട്ടിൽ വെച്ചിട്ട് എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച്. ഇവൻ വിനായക ചവിതി ഒന്നും നമ്മുടെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നാൽ ഈ ഹോളിഡേ പോലും കൊടുക്കില്ലല്ലോ വിനായക ചവിതിക്ക്. ഇവിടെ വിനായക ചവിതിക്കും കൊടുക്കും, ലാസ്റ്റ് ഡേ നിമജ്ജന ദിവസവും കൊടുക്കും, 11th day. അങ്ങനെ 2 days ഹോളിഡേയ്സ് ആണ്. ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആണ് വിനായക ചവിതി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, കുറച്ചിടയ്ക്ക് ഗ്യാപ്പ് വന്നപ്പോഴേക്കും ഇടാറില്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയി പോയി എന്നൊക്കെ പറഞ്ഞില്ലേ.
അങ്ങനെ ഇട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതില് ലഡുവിന്റെ ഫോട്ടോ കൂടെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാട്ടോ, ഒന്ന് നോക്കിക്കോളൂ എല്ലാവരും.